ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിരിക്കുന്നല്ലോ അല്ലേ? അൽഹംദുലില്ലാ നമ്മളിവിടെ സുഖമായിരിക്കുന്നുണ്ട്. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് വളരെ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ലഞ്ച് മെനു ആട്ടോ. നമ്മുടെ വീട്ടിൽ ഇന്ന് ഉണ്ടാക്കിയിട്ടുള്ള ഊണിൻ്റെ റെസിപ്പീസൊക്കെ ഷെയർ ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആട്ടോ. അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാൻ ചോറ് വെക്കാൻ വേണ്ടിയിട്ട് അരി നന്നായിട്ട് കഴുകി കുക്കറിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഒരു വിസിൽ കേൾക്കുമ്പോഴേക്കും ഇവിടെ ഞാൻ യൂസ് ചെയ്യുന്ന അരി ഒരു വിസിലിൽ കറക്റ്റ് വെന്ത് കിട്ടും കേട്ടോ. അങ്ങനെ അത് വെച്ച് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഇന്നിപ്പം തോരനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് ക്യാബേജ് ആട്ടോ. അപ്പോൾ ക്യാബേജ് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുക്കുന്നുണ്ട്. അതിനുശേഷം ഇതിപ്പം ഇനി ചെറിയ ചെറിയ പീസസ് ആയിട്ട് തോരന് കട്ട് ചെയ്തിട്ട് എടുക്കുക കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോ കണ്ടിട്ട് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. ഈ വീഡിയോ കാണുന്നവർ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്തേക്കുക കേട്ടോ. അപ്പോൾ നിങ്ങളുടെ വാല്യുബിൾ ആയിട്ടുള്ള കമൻസും കാര്യങ്ങളും ഒക്കെ നിങ്ങൾ കമൻറ്റ് ത്രൂ അറിയിക്കുകയും വേണം. അപ്പോൾ നിങ്ങളുടെ ലൈക്കും കമൻറ്റും സപ്പോർട്ടും ഒക്കെ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ ചാനൽ നല്ല രീതിയിൽ മുന്നോട്ട് പോകത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ദേ ഇവിടെ ക്യാബേജൊക്കെ ഞാൻ ചെറിയതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ചോപ്പറിലിട്ടിട്ട് ജസ്റ്റ് ഇങ്ങനെ ആക്കി എടുത്തിട്ടുണ്ട്. അതാകുമ്പോൾ പെട്ടെന്നായിട്ട് വരുമല്ലോ. അങ്ങനെ ഇതേ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പം ഒരു സവാളയും 2 പച്ചമുളകും കട്ട് ചെയ്തിട്ട് എടുക്കുക കേട്ടോ. അപ്പോൾ ഇത്രയാണ് ഈ ഒരു ക്യാബേജ് തോരന് വേണ്ടിയിട്ട് ഞാൻ എടുക്കുന്നത്. ഇനിയിപ്പം ദേ ചട്ടി അടുപ്പത്തേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് ചൂടായി വരുന്ന സമയത്ത് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ ചൂടായി വരുന്ന സമയത്ത് നമ്മൾ കടുക് ഒന്ന് പൊട്ടിക്കുക കേട്ടോ. കടുക് പൊട്ടിച്ചതിന് ശേഷം 2 വറ്റൽമുളകും കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതൊന്ന് മൂത്ത് വരുമ്പോഴേക്കും നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ക്യാബേജും പിന്നെ പച്ചമുളകും സവോള ഉണ്ടല്ലോ അത് ഒന്നിച്ച് തന്നെ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതെല്ലാം കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അങ്ങനെ ഇത് ക്യാബേജൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. ഉപ്പ് ഇട്ട് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അതിനുശേഷം ഒരല്പം ഈ ഒരു ക്യാബേജ് വെന്ത് വരാൻ വേണ്ടിയിട്ട് ഒരല്പം വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ചട്ടിയിലായതുകൊണ്ട് ചിലപ്പോൾ പെട്ടെന്ന് തന്നെ അടുക്കി പിടിക്കും. അപ്പോൾ അതുകൊണ്ട് ഒരല്പം വെള്ളം ഞാൻ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇതെല്ലാം കൂടി നല്ല രീതിയിൽ ഈ ഒരു ഉപ്പും ആ ഒരു വെള്ളവും എല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ചെറിയ തീയിൽ ഇതൊന്ന് അടച്ച് വെച്ചിട്ട് കുക്കാക്കിയിട്ടെടുക്കാം കേട്ടോ. അപ്പോൾ ആ ഒരു സമയം കൊണ്ട് നമുക്ക് ആ ഒരു തോരന് വേണ്ടിയിട്ടുള്ള അരപ്പൊന്ന് റെഡിയാക്കിയിട്ട് എടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഈ ചോപ്പർ യൂസ് ചെയ്തുകൊണ്ട് അതിൽ തന്നെ ഒന്ന് ചോപ്പ് ചെയ്തിട്ട് എടുക്കാം കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ മിക്സിയിലൊന്ന് ഒതുക്കിയിട്ട് എടുക്കുകയോ ചെന്ന് ചതച്ചിട്ട് എടുക്കുകയോ അങ്ങനെ എന്തെങ്കിലും ചെയ്യാം കേട്ടോ. അപ്പോൾ ഒരു 4 പിടി തേങ്ങ ഞാൻ ചോപ്പറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം ഒരു 3 വെളുത്തുള്ളി, 1 ടീസ്പൂണ് ചെറിയ ജീരകം, പിന്നെ ഒരു 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും ഇത്രയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ചോപ്പ് ചെയ്തെടുക്കാം. മിക്സിയിലാണെങ്കിൽ ഒന്ന് ഒതുക്കിയിട്ട് എടുക്കാം കേട്ടോ. അപ്പോൾ ഇതൊന്ന് ചോപ്പ് ചെയ്തിട്ട് നമുക്കെടുക്കാം. അങ്ങനത്തെ ഈ ഒരു പരുവത്തിൽ ആക്കിയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ അരപ്പൊന്ന് മാറ്റി വയ്ക്കുക. ക്യാബേജ് ഒന്ന് വെന്തതിന് ശേഷം അരപ്പ് ചേർത്ത് കൊടുക്കാവേ. ഇനിയിപ്പോൾ മീനൊന്ന് ക്ലീൻ ചെയ്തിട്ടെടുക്കണം. അപ്പോൾ ഇന്നിപ്പോൾ നമുക്ക് ആവോലിയാണ് കിട്ടിയിട്ടുള്ളത്. ആവോലിയും പിന്നെ നെത്തോലി കേട്ടോ. അപ്പോൾ ആവോലി ഫുള്ള് കട്ട് ചെയ്തിട്ടാണ് കിട്ടിയിട്ടുള്ളത്. ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്തെടുക്കണം എന്നുള്ളതേ ഉള്ളൂ കേട്ടോ. പിന്നെ നെത്തോലി ചെറിയ മീൻ ഇവിടെ കട്ട് ചെയ്തിട്ട് തരില്ല. ചില ദിവസങ്ങളിൽ മാത്രമേ കട്ട് ചെയ്തിട്ട് തരുള്ളൂ കേട്ടോ. നമ്മൾ നെസ്റ്റോയിൽ നിന്നാണ് വാങ്ങിയിട്ടുള്ളത്. അപ്പോൾ അവിടെ ഈ തേഴ്സ്ഡേയ്സും ഫ്രൈഡേയ്സും ഒന്നും ഇങ്ങനെ ചെറിയ ഫിഷൊന്നും അവർ കട്ട് ചെയ്ത് റെഡിയാക്കി തരില്ല. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് വൃത്തിയാക്കിയിട്ട് എടുക്കാനുണ്ട്. അപ്പോൾ ഞാൻ ഫസ്റ്റ് ആവോലി ഒന്ന് ക്ലീൻ ചെയ്തിട്ട് എടുക്കുവാണേ. അതിൻ്റെ ഉള്ളിലുള്ള ഒരു ബ്ലാക്ക് അഴുക്കൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അതൊക്കെ ഒന്ന് റിമൂവ് ചെയ്ത് ഒന്ന് ക്ലീൻ ചെയ്യാൻ മാത്രമേ ഉള്ളൂ. കട്ട് ചെയ്തെടുത്തുകൊണ്ട് പിന്നെ ആ ഒരു വലിയ പണിയില്ല കേട്ടോ. അപ്പോൾ ഇനിയിപ്പം ഫിഷ് ഫുള്ളൊന്ന് ക്ലീൻ ചെയ്തിട്ട് എടുക്കട്ടെ. അപ്പോൾ മീൻ ഞാൻ കറി ആക്കുന്നില്ല, ഫ്രൈ ആക്കുന്നേ ഉള്ളൂ. കറിയായിട്ട് ഞാൻ മോര് കറിയാട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇവിടെ ഫിഷ് കറി വെക്കുവാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഇക്കാക്കുന്നു അങ്ങനെ ഫിഷ് കറി അങ്ങനെ ഇഷ്ടമില്ല കേട്ടോ. എനിക്ക് മാത്രമാണ് ഫിഷ് കറി ഇഷ്ടമുള്ളത്. അപ്പം ഫിഷ് കറി വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഫിഷ് കഴിയും, പക്ഷേ കറി അങ്ങനെ ഇരിക്കും. അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു മോര് കറി ആക്കാമെന്ന്. ഇവിടെ ഇക്കാക്കൊക്കെ മോര് കറി ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് അതാക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. അങ്ങനെ ഇനിയിപ്പോൾ എന്തായാലും ഇതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് വൃത്തിയാക്കി എടുക്കട്ടെ.
അങ്ങനത്തെ ഫിഷൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ട്. ഇനിയിപ്പം ഫ്രൈ ആക്കാൻ വേണ്ടിയിട്ട് മസാല ഇട്ട് കൊടുക്കുക കേട്ടോ. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു 2 ടീസ്പൂൺ മുളക് പൊടിയും പിന്നെ മല്ലിപ്പൊടി ഒരല്പം മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ടിട്ട് ഇത് നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം കേട്ടോ. ഞാനൊരല്പവും വെള്ളം ചേർത്ത് കൊടുക്കുന്നില്ല. മീനിൽ നിന്ന് തന്നെ ഒരു ചെറിയ വെള്ളം ഉണ്ടാവുമല്ലോ, അപ്പോൾ അതിൽ തന്നെ ഒന്ന് മസാല ഒന്ന് പുരട്ടിയിട്ട് എടുക്കുക കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ ഫിഷ് ഫ്രൈ നമ്മുടെ എയർ ഫ്രയറിലാട്ടോ ഉണ്ടാക്കുന്നത്. നെത്തോലി ഞാൻ അല്ലാണ്ട് പാനിൽ തന്നെ ഫ്രൈ ആക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. നെത്തോലി പാനിലും പിന്നെ ഈ ആവോലി ഞാൻ എയർ ഫ്രയറിലും ആണ് ഫ്രൈ ആക്കിയിട്ട് എടുക്കുന്നത്. അങ്ങനെ ആവോലി ഫിഷ് മസാലയൊക്കെ ഇട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നെത്തോലിയും കൂടി ഒന്ന് ക്ലീൻ ആക്കിയിട്ട് എടുക്കുക കേട്ടോ. അപ്പം ഇത് ക്ലീൻ ചെയ്യാനുള്ള മടി കാരണം ഞാൻ 1/2 കിലോയെ വാങ്ങിയിട്ടുള്ളൂ. പക്ഷേ ഇവിടെ കൊണ്ടുവന്നപ്പോഴത്തേക്ക് 1 കിലോ അടുപ്പിച്ചുണ്ട്. ഇനിയിപ്പോൾ അതൊക്കെ ഒന്ന് പെട്ടെന്നൊന്ന് ക്ലീൻ ചെയ്തിട്ട് എടുക്കണം കേട്ടോ. അപ്പോൾ ഞാൻ ഇങ്ങനെയുള്ള മീൻ ക്ലീനിങ്ങിന് ചിലപ്പോൾ വാങ്ങാറില്ല. കാരണം നമ്മൾ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്തായിരിക്കും മക്കൾ വന്നിട്ട് ഓരോന്ന് വേണം, അത് വേണം, ഇത് വേണം എന്ന് പറഞ്ഞിട്ട് ഇവിടെ ബഹളമായിരിക്കും. പിന്നെ കൊടുത്തില്ലെങ്കിൽ ഇവിടെ കരച്ചിലും ബഹളവും വാശിയും അങ്ങനെയൊക്കെ ആയിരിക്കും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ മാക്സിമം ക്ലീൻ ചെയ്ത് കിട്ടുന്ന മീൻ മാത്രമേ വാങ്ങാറുള്ളൂ. അപ്പോൾ ഇത് എനിക്ക് നെത്തോലി ഭയങ്കര ഇഷ്ടമാണ് ഫ്രൈ ചെയ്ത് കഴിക്കുന്നത്. അതുപോലെ തന്നെ മറ്റേ കൊഞ്ച് മീനൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അങ്ങനെയുള്ള ചെറിയ ചെറിയ മീനൊന്നും ഇവിടെ ക്ലീൻ ചെയ്ത് തരാറില്ല കേട്ടോ. അത്യാവശ്യം മെനക്കേടുള്ള പണിയാണല്ലോ. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് അതും മസാലയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അതേ ക്യാബേജൊക്കെ അത്യാവശ്യം വെന്ത് നല്ല രീതിയിൽ വന്നിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇടയ്ക്ക് ഈ ചട്ടിയിലായതുകൊണ്ട് തന്നെ ഇടയ്ക്കൊക്കെ ഒന്ന് ഇളക്കി യോജിപ്പിക്കുന്നുണ്ടായിരുന്നു ഞാൻ ഇടയ്ക്ക്. പിന്നെ ഈ ഒരു അരപ്പ് ഇട്ട് കൊടുക്കാം കേട്ടോ. നമ്മൾ നേരത്തെ മാറ്റി അരപ്പ് ഉണ്ടാക്കിയില്ലേ, ആ ഒരു അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനിയിപ്പോൾ അധികം പണിയൊന്നുമില്ല. ഇതൊന്ന് ചൂടായി വരുന്ന സമയത്ത്, ഈ അരപ്പൊന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്ക് ഇതൊന്ന് ഓഫ് ചെയ്ത് എടുക്കാം കേട്ടോ. അങ്ങനെ നമ്മുടെ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സമയം കൊണ്ട് ചോറൊക്കെ റെഡി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ക്യാബേജ് തോരനിൽ കുറച്ച് ഉപ്പ് കുറവുണ്ടായിരുന്നു, അത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ലാസ്റ്റ് ഉപ്പ് നോക്കിയിട്ട് നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇനിയിപ്പോൾ മോര് കറി ഉണ്ടാക്കണം. അതിനായിട്ട് തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട്. തേങ്ങ അരച്ചിട്ടുള്ള നല്ല കുറുകിയ മോര് കറിയാട്ടോ ഉണ്ടാക്കുന്നത്. ഞാൻ തേങ്ങ അരച്ചിട്ടുള്ളതും ഉണ്ടാക്കാറുണ്ട്, അല്ലാണ്ട് നമ്മളെ മോര് കാച്ചിയതായിട്ട് അങ്ങനെ ഉണ്ടാക്കാറുണ്ട്. എനിക്ക് പക്ഷേ ഈ ഒരു മോര് കറി തേങ്ങ അരച്ചിട്ടുള്ളതാട്ടോ ഇഷ്ടം. അപ്പോൾ തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കറിവേപ്പില, കുറച്ച് കറിവേപ്പിലയും ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ 2 പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. എരിവ് വേണ്ടവരാണെന്നുണ്ടെങ്കിൽ പച്ചമുളകിൻ്റെ അളവ് കൂട്ടാം. ഇവിടെ ഞാൻ മക്കൾക്ക് കൊടുക്കുന്നതുകൊണ്ട് പൊതുവേ എരിവ് കുറച്ചിട്ടാണ് എടുക്കുന്നത്. പിന്നെ 3 വെളുത്തുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 4 ചെറിയ ഉള്ളിയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ കട്ട തൈര് ഉണ്ടല്ലോ, തൈര് ഒഴിച്ചു കൊടുക്കുക. നിങ്ങൾക്ക് എത്രത്തോളം അത് വേണോ അതിനനുസരിച്ച് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഞാനിവിടെ ഒരു 5 ടേബിൾ സ്പൂൺ തൈര് ഞാനിവിടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ വെള്ളമൊന്നും ഞാൻ ചേർക്കുന്നില്ല. ഈ ഒരു തൈരിൽ തന്നെയാണ് ഇത് അടിച്ചെടുക്കുന്നത്. പിന്നെ ഒരു ടീസ്പൂണ് ചെറിയ ജീരകം ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 1/2 ടീസ്പൂണ് നമ്മുടെ മഞ്ഞൾപ്പൊടി ഉണ്ടല്ലോ, മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. ഒരു മഞ്ഞ കളർ കിട്ടുന്നതിന് വേണ്ടിയിട്ട് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. ഇനിയിപ്പം നമുക്കിതെല്ലാം കൂടി ഒന്ന് അടിച്ച് എടുക്കണം കേട്ടോ. അതിന് ശേഷം ഇതുപോലെ ഒരു ചട്ടി വെച്ച് കൊടുത്തതിന് ശേഷം കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഓയിൽ ചൂടായി വരുമ്പോഴേക്കും കടുക് പൊട്ടിക്കുക. അതിന് ശേഷം നേരത്തെ പോലെ തന്നെ വറ്റൽമുളകും കറിവേപ്പിലയും കൂടി ഇട്ട് അതൊന്ന് മൂപ്പിച്ചിട്ട് എടുക്കുക കേട്ടോ. എന്നിട്ട് ആ ഒരു സമയത്ത് നമ്മുടെ ഈ ഒരു നമ്മൾ മോര് അടിച്ച് വെച്ചതുണ്ടല്ലോ അത് ഒഴിച്ചു കൊടുക്കുക. പിന്നെ ഇനി ഇതിലേക്ക് ഒരല്പം വെള്ളവും കൂടി ഒഴിച്ചിട്ട് ഒന്ന് മിക്സാക്കി കൊടുക്കുക കേട്ടോ. നിങ്ങൾക്ക് നല്ല തിക്കായിട്ടാണ് വേണ്ടത് എന്നുണ്ടെങ്കിൽ വെള്ളം ഒഴിക്കേണ്ട കാര്യമില്ല. ഇച്ചിരി ലൂസായിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഒരല്പം വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഇത് കുറച്ചുകൂടെ കഴിയുമ്പോഴേക്കും നമ്മൾ തേങ്ങയൊക്കെ അരച്ചതുകൊണ്ട് തന്നെ കുറച്ചും കൂടി ഒന്ന് തിക്കായിട്ട് വരും കേട്ടോ. പിന്നെ ഒരല്പം ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക. നിങ്ങൾക്ക് എത്രത്തോളം ഉപ്പ് വേണോ അതിനനുസരിച്ച് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇത് തിളയ്ക്കാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. ചട്ടി ആയതുകൊണ്ട് തന്നെ ചൂടായി കഴിഞ്ഞാൽ പെട്ടെന്ന് തിളച്ച് വരും. തിളച്ച് കഴിഞ്ഞാൽ പിന്നെ തൈരായതുകൊണ്ട് തന്നെ ഇങ്ങനെ പിരിഞ്ഞിരിക്കും കേട്ടോ. അപ്പം അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഒന്ന് ചൂടായി, ജസ്റ്റ് ഒന്ന് ചൂടായാൽ മാത്രം മതി കേട്ടോ. അപ്പോൾ എനിക്ക് പലവട്ടം അബദ്ധം പറ്റിയിട്ടുള്ളത് കൊണ്ടാണ് കേട്ടോ ഞാൻ പ്രത്യേകം എടുത്ത് പറയുന്നത്. അങ്ങനെ മോര് കറി അവിടെ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പം നമുക്ക് ഫിഷ് ഒന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കണം കേട്ടോ. അപ്പം ഞാൻ ആവോലി ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞല്ലോ എയർ ഫ്രയറിലാണ് വെച്ച് കൊടുക്കുന്നത്. എയർ ഫ്രയറിലാവുമ്പോഴത്തേക്കും പെട്ടെന്ന് സംഗതി അധികം ഓയിലൊന്നും ഒഴിക്കുന്നില്ല. ഞാൻ ജസ്റ്റ് ഒന്ന് ഓയിൽ ഇതിൻ്റെ മേത്തൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നതേ ഉള്ളൂ കേട്ടോ.
അങ്ങനെ ദേ ഇവിടെ ഫിഷ് ഫ്രൈ ആക്കാനായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഞാനിവിടെ ഒരു 180 ഡിഗ്രിയിൽ ഒരു 20 മിനിറ്റ്സ് വെച്ച് കൊടുത്തിക്കുന്നുണ്ട്. പിന്നെ ഇടയ്ക്കൊന്ന് ഓപ്പൺ ചെയ്തിട്ട് ഒന്ന് തിരിച്ചും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പുറത്തെ സൈഡിൽ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ഓയിൽ സ്പ്രെഡ് ചെയ്തിട്ട് അതും കൂടെ വെക്കുന്നുണ്ട്. അങ്ങനെ അതവിടെ റെഡി ആവുന്നുണ്ട്. ആ ഒരു സമയത്ത് ദേ നെത്തോലിയും കൂടെ ഒന്ന് ഫ്രൈ ആക്കിയിട്ടെടുക്കുന്നുണ്ട് കേട്ടോ. എനിക്ക് നെത്തോലി ഇച്ചിരി മൂത്തിരിക്കുന്ന ടൈപ്പാട്ടോ ഇഷ്ടം. അങ്ങനെ അതും റെഡി ആയിട്ടുണ്ട്. കുറച്ച് മാത്രമേ ഫ്രൈ ചെയ്യുന്നുള്ളൂ, ബാക്കി നാളത്തേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ഇന്നത്തെ നാടൻ ഊണ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതേ നല്ല കുറുകിയ മോര് കറിയും ചോറും നല്ല ആവോലി ഫ്രൈയും പിന്നെ നെത്തോലി ഫ്രൈ ഇതിൻ്റെ അടിയിലുണ്ട് കേട്ടോ. പിന്നെ നല്ല നാടൻ ക്യാബേജ് തോരനൊക്കെ ആയിട്ട് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. മറ്റൊരു വീഡിയോ വെച്ച് കാണുന്നതായിരിക്കും. ബൈ, അസ്സലാമു അലൈക്കും.